Hello everyone, welcome to Brilliant EduTech, the best solution ever. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്റ്റെയിനിങ് ടെക്നിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചോദ്യങ്ങളിലൂടെയാണ് ഈ ഒരു മുഴുവൻ കൺസെപ്റ്റും പഠിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും ശ്രദ്ധയോടെ പഠിക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോഴാണ് അടുത്തൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെയും വാട്സപ്പ് ചാനലിൻ്റെയും ഒക്കെ ലിങ്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാം. റീസെൻ്റ് ആയിട്ടുള്ള PSC സയൻസ് ബേസ്ഡ് എക്സാം അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും. ഇനി ഈ ഒരു എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ പ്ലേലിസ്റ്റ് വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ നിങ്ങളുടെ പ്രിപ്പറേഷന് ഉപകാരപ്രദമാക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ യൂട്യൂബ് പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ട്രീറ്റ്മെൻറ്റ് ഓർഗനൈസർ ഗ്രേഡ് 2 എക്സാമിൻ്റെ റിസൾട്ട്സ് ഓരോ ജില്ലകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൻ്റെയും ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെയും റിസൾട്ട്സ് വന്നിട്ടുണ്ട്. അതിൽ നമ്മുടെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഉണ്ട് എന്നതിൽ ഒരുപാടധികം സന്തോഷമുണ്ട്. അപ്പോൾ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ സൗമ്യയ്ക്ക് വലിയ ഒരു അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ വേറെ ഓരോ ജില്ലകളും ഇനി വരാനുണ്ട്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ സെക്കൻഡ് റാങ്ക് അക്ഷയ് ബൈജു, ഫോർത്ത് റാങ്ക് ദിവ്യ, 8th റാങ്ക് ഫാത്തിമ, 6th റാങ്ക് പ്രപഞ്ച, 3rd റാങ്ക് ഉണ്ണികൃഷ്ണൻ, 5th റാങ്ക് സ്മൃതി. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുകയാണ്. അതുപോലെ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ സെക്കൻഡ് റാങ്കിൽ അഗെയിൻ അക്ഷയ്, 6th റാങ്കിൽ ഷിജിന, 3rd റാങ്കിൽ യശസ്. അതുപോലെ സപ്ലിമെൻ്ററി ലിസ്റ്റിലെ 3rd റാങ്കിൽ നിതിഷ, 4th റാങ്കിൽ ഉണ്ണികൃഷ്ണൻ, 9th റാങ്ക് ഇന്ദു PR. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. നമ്മുടെ ഗ്രൂപ്പിൽ സ്റ്റുഡൻസ് ഇതുപോലെ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്ന് കാണുമ്പോൾ ഒരുപാടധികം സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. അതുപോലെ അസിസ്റ്റന്റ് സയന്റിസ്റ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ 5th റാങ്കിൽ പൂർണിമ ഗോപി, 18th റാങ്കിൽ ഷജിനി, 29th റാങ്കിൽ ധന്യ. എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് ആശംസിക്കുകയാണ്. അതുപോലെ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2 എക്സാമിൽ ഫസ്റ്റ് സെക്കൻഡ് റാങ്കുകളിലായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്. ആതിരയ്ക്കും അൽഫിയയ്ക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. സാനിറ്ററി കെമിസ്റ്റിനായിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്ത വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച് ക്രാഷ് കോഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 26-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ എൻറോൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എഫിഷ്യൻ്റ് ട്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമുക്കറിയാം 50ഓളം ടോപ്പിക്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ 50ഓളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിനു വേണ്ടി ഉണ്ടായിരിക്കും. പല ടോപ്പിക്സ് ആണ് നമുക്കുള്ളത്. മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, കെമിസ്ട്രി എന്നിങ്ങനെ 3ഓളം ടോപ്പിക്സ് ഉണ്ട്. അതിൽ പല ഡിഫറെൻറ്റ് മൊഡ്യൂൾസും നമുക്ക് വരുന്നുണ്ട്. 10ഓളം മൊഡ്യൂൾസ് ഒക്കെ അടങ്ങുന്ന ഒരു എക്സാം സിലബസ് ആണ് നമുക്ക് സാനിറ്ററി കെമിസ്റ്റിനായിട്ടുള്ളത്. അപ്പോൾ ഓരോ ടോപ്പിക് ബേസ്ഡ് ആയിട്ട് 50ഓളം ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വിസുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. റിവിഷൻ ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. MCQ PDFകൾ ഉണ്ടായിരിക്കും. അതുപോലെ സ്റ്റഡി ആൻഡ് മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. എന്നാണോ നമ്മുടെ എക്സാം അന്ന് വരെ നിങ്ങൾക്ക് ആ ഒരു മെൻറ്റർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ് ഉണ്ടായിരിക്കും. ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ സെൽഫ് അനാലിസിസിനായിട്ട് നമ്മൾ റിവിഷൻ ടെസ്റ്റുകൾ കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈച്ച് മൊഡ്യൂൾ വൈസ് റിവിഷൻ ടെസ്റ്റ് ആണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ ടോപ്പിക് ബേസ്ഡ് ക്വിസുകളും. അപ്പോൾ 10 മൊഡ്യൂൾസ് ആണ്. അതുകൊണ്ട് തന്നെ 10 റിവിഷൻ ടെസ്റ്റുകളാണ് കണ്ടക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റഡി സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം ഡേറ്റ് വരെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തന്നിരിക്കുന്ന നമ്പറിലോട്ട് വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. 9952645996 എന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഡിലേ ആവാതെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ കോഴ്സ് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒപ്പം തന്നെ ഗ്രൂപ്പിനോടൊപ്പം തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എപ്പോൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ആ നോട്ട്സ് അവിടെ അവൈലബിൾ ആണ്. ക്ലാസ്സസ് അവിടെ അവൈലബിൾ ആണ്. റെക്കോർഡഡ് സെക്ഷൻസ് ആണ്. എഗെയിൻ വാച്ച് ചെയ്യാം. ക്വിസുകളാണെങ്കിലും റിവിഷൻ ടെസ്റ്റുകളായാലും നിങ്ങൾക്ക് എഗെയിൻ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി MCQ PDF വേണ്ടവർക്ക് അത് വായിച്ച് പഠിക്കാനായിട്ട് PDF നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. നോട്ട്സ് പ്രിൻ്റബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ കൂടുതൽ ഡൗട്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം കേട്ടോ. സാനിറ്ററി കെമിസ്റ്റിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാണ്. നമ്മുടെ ആദ്യത്തെ വീക്ക് കംപ്ലീറ്റ് ചെയ്തു. അവർക്കുള്ള റിവിഷൻ ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ റിവ്യൂസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇനിയും എൻറോൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വീക്ക്ലി നമ്മൾ റിവിഷൻ ടെസ്റ്റുകളും ഡെയിലി ബേസിസിൽ ക്വിസും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. A stain which is used for negative staining. നമ്മൾക്കറിയാം നമ്മൾ സ്റ്റെയിനിങ് ടെക്നിക്കിനെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ്? നെഗറ്റീവ് സ്റ്റെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെയിൻ ഏത് എന്നുള്ളതാണ്.
ഉത്തരം നിഗ്രോസിനാണ്. നിഗ്രോസിന് വേറൊരു പേരും കൂടി ഉണ്ട്. എന്താണ് ആ പേര്? ഇന്ത്യ ഇങ്ക് കേട്ടോ. രണ്ടും ഒരേ ആളാണ്. ഇന്ത്യ ഇങ്ക് അഥവാ നിഗ്രോസിൻ. ഓക്കെ, അതൊരു അസിഡിക് ആയിട്ടുള്ള ഡൈ ആണ്. അസിഡിക് ഉണ്ട്, ആൽക്കലി ഉണ്ട്, ഒക്കെ നിങ്ങൾക്ക് അറിയാം. അസിഡിക് ആയിട്ടുള്ള ഡൈ ആണ്. pH 7-നേക്കാളും താഴെ ആയിരിക്കും. ഇവിടെ നമ്മുടെ ബാക്ടീരിയയുടെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ആണ് ഒബ്സർവ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ബാക്ടീരിയ മൊത്തത്തിൽ അങ്ങോട്ട് സ്റ്റെയിൻ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഈ പറയുന്ന ബാക്ടീരിയയുടെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ ഒബ്സർവ് ചെയ്യുകയും വേണം. അപ്പോൾ എന്തിനാണ് ഈ പറയുന്ന നെഗറ്റീവ് സ്റ്റെയിനിങ് അസിഡിക് ഡൈസ് വെച്ചിട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ആദ്യത്തെ പോയിന്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് എന്നുള്ളതാണ്. ഡൈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? ബാക്ടീരിയയുടെ സർഫസിലുള്ള ആ ഒരു നെഗറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം അല്ലേ, നെഗറ്റീവും റിപ്പൽ ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ അവർ സെല്ലിനകത്തോട്ട് പെനിട്രേറ്റ് ചെയ്ത് കയറുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അടുത്തത് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ്. റിസൾട്ട്സ് ഒക്കെ നമുക്ക് നല്ല ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. ലെയേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വൃത്തിയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം നെഗറ്റീവ് സ്റ്റെയിനിങ് മെയിനായിട്ട് എന്തെങ്കിലും ലെയേഴ്സ് ബാക്ടീരിയൽ സെല്ലിന് ചുറ്റും ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ കാണാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാപ്സ്യൂൾസ് ഒക്കെ വരുന്നത് അതിനൊരു എക്സാമ്പിൾ ആയിട്ടാണ്. നെഗറ്റീവ് സ്റ്റെയിനിങ് എന്തിനാണ് ചെയ്യുന്നത്? മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഒബ്സർവ് ചെയ്യാനാണ്. ഇവിടെ ബാക്ടീരിയയെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ബാക്ടീരിയ മൊത്തമായിട്ട് നമ്മൾ അങ്ങ് സ്റ്റെയിൻ ചെയ്യുന്നില്ല. പക്ഷേ അതിൻ്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഒബ്സർവ് ചെയ്യാനായിട്ട് ഈ പറയുന്ന നെഗറ്റീവ് സ്റ്റെയിനിങ് കൊണ്ട് സാധിക്കുന്നതാണ്. എക്സാമ്പിൾ ആരാണ്? നിഗ്രോസിനാണ്. ഇൻ സിമ്പിൾ സ്റ്റെയിനിങ് യൂസിങ് ക്രിസ്റ്റൽ വയലറ്റ് കളർ ഓഫ് കോക്കൈ ഈസ്. എന്താണ് കളർ ഓഫ് കോക്കൈ? ബ്ലൂ ആണ്. സിമ്പിൾ സ്റ്റെയിനിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു ടെക്നിക്കിൽ സിംഗിൾ ഡൈ ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനാണ് ഈ ഡൈ? ഐഡന്റിഫൈ ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനും വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഡൈ എന്ന് പറയുന്നത് മീഥൈലിൻ ബ്ലൂ ആവാം, ക്രിസ്റ്റൽ വയലറ്റ് ആവാം, അല്ലെങ്കിൽ സഫ്രാനിൻ കൂടെ ആവാം. ഈ കളർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ഏത് ഡൈ ആണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കളർ എന്താണ് എന്നുള്ളതാണ്. ഓക്കെ, കൊക്കയുടെ കളറും എങ്ങനെയായിരിക്കും എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി സിമ്പിൾ സ്റ്റെയിൻ എന്ന് പറയുന്നത് പൊതുവെ ബേസിക് ഡൈസ് ആണ്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. പോസിറ്റീവ്ലി ചാർജ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബാക്ടീരിയയുടെ സെൽ വാൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, സ്ലൈറ്റ്ലി നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോസിറ്റീവായ ഒരു ഡൈ ഈ നെഗറ്റീവായ ബാക്ടീരിയയുടെ സെൽ വാളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ അട്രാക്ഷൻ നടക്കും അല്ലേ? അപ്പോൾ അതുവഴിയായിട്ട് ഈ പറയുന്ന ഡൈ നമ്മുടെ ബാക്ടീരിയയുടെ സെൽ വാളിലോട്ട് കയറുന്നത് കാണാനായിട്ട് സാധിക്കും. സിമ്പിൾ ഡൈ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സിംഗിൾ ഡൈ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് കളറാണോ നമ്മൾ കൊടുത്തത് ആ ഒരു സെയിം അപ്പിയറൻസ് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് സിമ്പിൾ സ്റ്റെയിനിങ് ടെക്നിക്ക് വർക്ക് ചെയ്യുന്നത്. സെയിം കളറിൽ തന്നെയാണ്. ഈവൺ നമ്മുടെ സാമ്പിളിനകത്ത് ഒരുപാടധികം ഓർഗാനിസംസ് ഉണ്ടെങ്കിലും എല്ലാം നമുക്ക് ഏത് ഡൈൻ്റെ കളറാണ്, ഇപ്പോൾ മിഥൈലിൻ ബ്ലൂ ആണെങ്കിൽ ബ്ലൂ കളറിൽ തന്നെ, ക്രിസ്റ്റൽ വയലറ്റ് ആണെങ്കിലും ബ്ലൂ കളറിൽ തന്നെ, സഫ്രാനിൻ ആണെങ്കിൽ റെഡ് കളറിലായിരിക്കും. ഈ ഒരു രീതിയിൽ ഏത് കൊടുത്തോ അതിനനുസരിച്ച് ഒരു റിട്ടേൺ ആണ് ഇവിടെ കിട്ടുന്നത്. സിംഗിൾ ഡൈ ആണ് യൂസ് ചെയ്യുന്നത്, റിസൾട്ട് സെയിം ടു സെയിം ആയിരിക്കും. സെയിം ഏത് കളറിലായിരുന്നോ അത് തന്നെയായിരിക്കും റിട്ടേൺ നമുക്ക് കിട്ടുന്നത്, സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന കളർ എന്ന് പറയുന്നത്. പിന്നെ പോസിറ്റീവ് ചാർജ്ഡ് ആണെന്ന് ഓർത്ത് വയ്ക്കുക, ബേസിക് ഡൈ ആണ്. എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്ക്. അപ്പോൾ നമുക്ക് ചില എക്സാമ്പിൾസ് നോക്കാം. ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നതൊക്കെ നമുക്കിവിടെ പഠിക്കാം. ഗ്രാം സ്റ്റെയിനിങ്, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്, എൻഡോസ്പോർ സ്റ്റെയിനിങ്, ഫ്ലജെല്ല സ്റ്റെയിനിങ്, ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ് എല്ലാം എന്താണ്? ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ആണ്. നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഒരു ഓഡ് വൺ ഔട്ട് ഒക്കെ ചോദിച്ചു എന്ന് വരാം അല്ലേ? ഏതൊക്കെയാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്, സിമ്പിൾ സ്റ്റെയിനിങ്, ഇതൊക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചെന്ന് വരാം. ഓക്കെ, ഇനി ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് നമ്മുടെ സ്പെസിമെൻ ഏതാണ് കാണേണ്ടത് എന്നതിനനുസരിച്ചിട്ടായിരിക്കും ആ ഒരു ടെക്നിക്ക് ഏത് യൂസ് ചെയ്യണം എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് വഴിയായിട്ട് നമുക്ക് ഒരുപാടധികം ഡിസീസ് ചേഞ്ചസ്, ബ്ലഡ് സെൽസിലുള്ള എന്തെങ്കിലും ചേഞ്ചസ് അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസസ് ഒക്കെ വെച്ചിട്ട് മെഡിക്കൽ പ്രൊഫഷണൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസീസ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ് ടെക്നിക്ക് പ്രവർത്തിക്കുന്നത്. ഗ്രാം സ്റ്റെയിനിങ് എന്ന് പറയുന്നത് ഒരു കോമൺ എക്സാമ്പിൾ ആണ്. എന്തിൻ്റെ? ഡിഫറൻഷ്യൽ സ്റ്റെയിനിങ്ങിൻ്റെ എക്സാമ്പിൾ ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ഡൈകളാണ്, ക്രിസ്റ്റൽ വയലറ്റും അതുപോലെ തന്നെ സഫ്രാനിനും. അപ്പോൾ അതുവഴിയായിട്ട് നമുക്ക് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ഉണ്ടോ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്.
അടുത്തത് ഗ്രാം സ്റ്റെയിനിങ്ങിൽ സെഫ്രാനിൻ എന്തായാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സെഫ്രാനിൻ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള സ്റ്റെയിൻ ആണ്. അതിനെ യൂസ് ചെയ്യുന്നത് കൗണ്ടർ സ്റ്റെയിൻ ആയിട്ടാണ്. എന്തായിട്ടാണ്? കൗണ്ടർ സ്റ്റെയിൻ ആയിട്ടാണ് ഗ്രാം സ്റ്റെയിനിങ് പ്രോസസ്സിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇത് ബേസിക്കലി ഒരു ബേസിക് ഡൈ ആണ്. ബേസിക് ആയിട്ടുള്ള ഡൈ ആണ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളെ ഡീകളറൈസ്ഡ് ആവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സെഫ്രാനിൻ യൂസ് ചെയ്തിട്ടാണ് സ്റ്റെയിൻ ചെയ്ത് ഇവരെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഡീകളറൈസ് ആയി പോകുന്നത് കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന കൗണ്ടർ സ്റ്റെയിൻ ആണ് സെഫ്രാനിൻ എന്ന് പറയുന്നത്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയസിന് ഈ പറയുന്ന പ്രശ്നമൊന്നുമില്ല, ഡീകളറൈസേഷൻ നടക്കുന്നില്ല. അതുകൊണ്ട് അവർ ബ്ലൂ കളറിലാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേസിക് സ്റ്റെപ്സും ആ ഒരു ഔട്ട്ലൈനും നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. ആദ്യം എന്താ ചെയ്യുന്നത്? പ്രൈമറി സ്റ്റെയിൻ ആണ് അപ്ലൈ ചെയ്യുന്നത്. പ്രൈമറി സ്റ്റെയിൻ ഇവിടെ ആരാണ്? ക്രിസ്റ്റൽ വയലറ്റ് ആണ്. ആരാണ്? ക്രിസ്റ്റൽ വയലറ്റ് ആണ്. അതിനുശേഷം മോർഡന്റ് ആഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ആഡ് ചെയ്യുന്നത്? മോർഡന്റ് ആഡ് ചെയ്യുന്നുണ്ട്. മോർഡന്റ് എന്ന് പറയുന്നത് ആരാണ്? ഗ്രാംസ് അയോഡിൻ ആണ് ഇവിടുത്തെ മോർഡന്റ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? അടുത്തത് നമ്മൾ ആഡ് ചെയ്യുന്നത് ആരെയാണ്? എത്തനോളിനെയാണ്. എത്തനോൾ ഡീകളറൈസേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു റിയേജന്റ് ആണ്. അല്ലെങ്കിൽ അസറ്റോൺ യൂസ് ചെയ്യാം. അതിൻ്റെ രണ്ടിനെയും മിക്സ്ചറും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയുടെ കളറൊക്കെ പോവും, ഡീകളറൈസ് ആവുന്നുണ്ട്. ഗ്രാം പോസിറ്റീവ് ആണെങ്കിലോ ഈ പറയുന്ന കളർ ചേഞ്ച് സംഭവിക്കത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രാം പോസിറ്റീവ് ഏതാണ്, ഗ്രാം നെഗറ്റീവ് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി അവരെ നമുക്ക് ഗ്രാം നെഗറ്റീവിനെ കുറച്ചും കൂടെ വൃത്തിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് കൗണ്ടർ സ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു കൗണ്ടർ സ്റ്റെയിൻ ആണ് നമ്മുടെ സെഫ്രാനിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? പ്രൈമറി സ്റ്റെയിൻ അപ്ലൈ ചെയ്തു. ക്രിസ്റ്റൽ വയലറ്റ് ആണ് പ്രൈമറി സ്റ്റെയിൻ. മോർഡന്റ് ആഡ് ചെയ്തു. ഗ്രാം സൈഡിനാണ് മോർഡന്റ് ആയിട്ട് വരുന്നത്. ഡീകളറൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് എത്തനോളോ അസറ്റോണോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിക്സ്ചറോ ആണ്. കൗണ്ടർ സ്റ്റെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് സെഫ്രാനിൻ ആണ്. ഇനി എൻഡ് റിസൾട്ട് എന്താണ്? നമ്മുടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എല്ലാം തന്നെ പർപ്പിൾ കളറായിട്ടും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എല്ലാം തന്നെ ഒരു പിങ്ക് കളറായിട്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ സെഫ്രാനിൻ എന്ന് പറയുന്നത് കൗണ്ടർ സ്റ്റെയിൻ ആണ്. നമ്മുടെ എൻഡോസ്പോർ സ്റ്റെയിനിങ്ങിനും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ കാർട്ടിലേജ്, മ്യൂസിൻ, മാസ്റ്റ് സെൽ ഗ്രാനുൾസിനൊക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന സെഫ്രാനിൻ യൂസ് ചെയ്യാവുന്നതാണ്. ഗ്രാം സ്റ്റെയിനിങ്ങിൻ്റെ ബേസിക് ആയ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രിൻസിപ്പിൾ ഓർത്ത് വയ്ക്കുക. പ്രൈമറി സ്റ്റെയിൻ ആയിട്ട് ക്രിസ്റ്റൽ വയലറ്റ്, മോർഡന്റ് ആയിട്ട് നമ്മുടെ അയഡിൻ യൂസ് ചെയ്യുന്നുണ്ട്. ഡീകളറൈസിങ് ഏജന്റ് ആയിട്ട് അസറ്റോൺ അല്ലെങ്കിൽ ആൽക്കഹോളിനെ യൂസ് ചെയ്യുന്നുണ്ട്. കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് സെഫ്രാനിൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രാം പോസിറ്റീവ് ആണെങ്കിൽ ഒരു ബ്ലൂ വയലറ്റ് കളറിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗ്രാം നെഗറ്റീവ് ആണെങ്കിൽ റെഡിഷ് പിങ്ക് കളറിലാണ് പൊതുവെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കളേഴ്സ് ഏതൊക്കെയാണ് സ്റ്റെപ്സ്, ഏത് ഓർഡറിലാണ് പോകുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. ചോദ്യം മസ്റ്റായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്രാം സ്റ്റെയിനിങ്ങിൻ്റേത്. ഇൻ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് പ്രൈമറി ഡൈ ഏത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പ്രൈമറി സ്റ്റെയിൻ എന്ന് പറയുന്നത് ഇവിടെ കാർബോൾഫ്യൂസിൻ ആണ്. അപ്പോൾ അതൊരു ലിപ്പിഡ് സൊല്യൂബിൾ ആയിട്ടുള്ള ഫീനോളൊക്കെയുള്ള ഒരു സ്റ്റെയിൻ ആണ്. നമ്മുടെ ഈ സെൽ വാളിനെ പെനിട്രേറ്റ് ചെയ്ത് കയറാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ളൊരു സ്റ്റെയിൻ ആണ് കാർബോൾഫ്യൂസിൻ എന്ന് പറയുന്നത്. പൊതുവേ നമ്മുടെ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ സ്റ്റെയിൻ ആണ്. ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെയിൻ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസത്തിൽ വരുന്ന ഒരു മെമ്പറാണ് മൈക്കോബാക്ടീരിയം എന്ന് പറയുന്ന ജീനസിൽ വരുന്ന ബാക്ടീരിയാസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, മൈക്കോബാക്ടീരിയം, ട്യൂബർക്ലോസിസ് എന്നൊക്കെ. അതൊക്കെ ഈ ഒരു ജീനസിൽ വരുന്ന ബാക്ടീരിയാസ് ആണ്. ആസിഡ് ഫാസ്റ്റ് മൈക്രോ ഓർഗാനിസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവരുടെ സെൽവാള് അങ്ങനെ ഇങ്ങനെയൊന്നും വേറെ ആൾക്കാരെ കടത്തിവിടത്തില്ല. അപ്പോൾ ഇവർക്ക് എന്തുണ്ട്? മൈക്കോളിക് ആസിഡ് ഉണ്ട്, അതുപോലെ ലാർജ് എമൗണ്ടിൽ ഫാറ്റി ആസിഡ് ഉണ്ട്, ലിപ്പിഡുകളുണ്ട്, വാക്സസ് ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും കടത്തിവിടാൻ പറ്റുന്ന ഒരു സെൽവാളല്ല ഇവർക്കുള്ളത്. ഇംപെർമിയബിൾ ആണ്. പെട്ടെന്ന് കടത്തിവിടുന്ന പെർമിറ്റിവിറ്റി കാണിക്കാത്തവരാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് സെൽവാൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാടധികം കോമ്പൗണ്ടിനോട് ഈ പറയുന്ന സെൽവാൾ റെസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസത്തിന് നമുക്കൊരു സ്പെഷ്യൽ സ്റ്റെയിനിങ്, സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെയിനിങ് ഒന്നും പറ്റത്തില്ല. അവർക്ക് എന്ത് വേണം? ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്ടീരിയ ഈ പറയുന്ന ഡീകളറൈസേഷനോട് റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇവരെ നമുക്ക് എന്ത് വിളിക്കാം? ആസിഡ് ഫാസ്റ്റ്നസ് എന്ന് പറഞ്ഞ് വിളിക്കാവുന്നതാണ്.
അപ്പോൾ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ നമ്മൾ പറഞ്ഞു മൈക്കോ ബാക്ടീരിയത്തിൽ വരുന്നതാണ്. അവരുടെ സെൽ വാളിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ കണ്ടു. ഇവരെ നമുക്ക് പെട്ടെന്ന് ഡീസ്റ്റെയിൻ, അതായത് ഉണ്ടായിപ്പോയ ആ ഒരു സ്റ്റെയിനെ പിന്നെ മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഡീകളറൈസ് ചെയ്ത് കളറും ഇല്ലാതാക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവർ ഈ പറയുന്ന ഡീകളറൈസേഷനോട് റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് ആ ഒരു പ്രോപ്പർട്ടീനെയാണ് ആസിഡ് ഫാസ്റ്റ്നെസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കേട്ടോ. പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിക്കാം. ആസിഡ് ഫാസ്റ്റ്നെസ് ആണ് ആ പറയുന്ന പ്രോപ്പർട്ടി. നമ്മുടെ കാർബോൾ ഫ്യൂഷൻ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ പ്രൈമറി ഡൈ ആണ് അല്ലേ. പ്രൈമറി ഡൈ ആണ്. ഇതിൽ ഫീനോളും ഉണ്ട്. ഈ ഫീനോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന വാക്സി വാളാണ്, നല്ല സെൽവാളാണല്ലേ. ഒരുപാടധികം മൈക്കോളിക് ആസിഡും ഫാറ്റി ആസിഡും വാക്സും ലിപ്പിഡും ഒക്കെ ഉള്ള ഒരു സെൽവാളാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഫീനോൾ, നമ്മുടെ കാർബോയിൽ ഫ്യൂസിനകത്തുള്ള ഫീനോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഈ പറയുന്ന വാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കെൽപ്പുള്ള ആളാണ്. അപ്പോൾ ഈ പറയുന്ന കാർബോയിൽ ഫ്യൂസിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവരെ സ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൈമറി ഡൈ ആയിട്ട് യൂസ് ചെയ്യുന്നത് കാർബോയിൽ ഫ്യൂഷനെയാണ്. ഇനി നമ്മുടെ പ്രൈമറി ഡൈ ആയ കാർബോയിൽ ഫ്യൂഷൻ ചുമ്മാ അങ്ങ് കൊടുത്താൽ നമ്മുടെ സ്റ്റെയിൻ ഒന്നും നടക്കില്ല കേട്ടോ. അതിനു വേണ്ടി നമ്മൾ സ്റ്റീം വരെ യൂസ് ചെയ്യുന്നുണ്ട്, ചൂട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചൂട് കൊടുത്തിട്ടാണ് ഈ പറയുന്ന പ്രൈമറി ഡൈ ആയ കാർബോയിൽ ഫ്യൂഷൻ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡ് ഫാസ്റ്റ് ആയ ഒരു ബാക്ടീരിയ, നമ്മുടെ ഒരു വിചാരിക്കുക, നമ്മുടെ ഒരു സെൽ പ്ലേറ്റിനകത്ത് അല്ലെങ്കിൽ ആ ഒരു പെട്രി പ്ലേറ്റിനകത്ത് നമുക്ക് രണ്ട് തരത്തിലുള്ള ബാക്ടീരിയാസും ഉണ്ട്. ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ളതും ഉണ്ട്, നോൺ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസും ഉണ്ട്. ഇപ്പോൾ ഇതിനകത്തുള്ള ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസിനും പ്രൈമറി ഡൈ കൊടുത്തിട്ടുണ്ട്, നോൺ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയയ്ക്കും പ്രൈമറി ഡൈ കൊടുത്തിട്ടുണ്ട്, ചൂടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ളവർ ഈ പറയുന്ന പ്രൈമറി ഡൈ ആയ കാർബോയിൽ ഫ്യൂസിനെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അവർ സ്റ്റെയിൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മുടെ ആസിഡ് ആൽക്കഹോൾ അഥവാ ഡീകളറൈസർ ആഡ് ചെയ്യാണ്. അങ്ങനെ ഡീകളറൈസർ ആഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു കളറ്, നമ്മൾ സ്വീകരിച്ച ആ കളർ ഉണ്ടല്ലോ, ആ ബാക്ടീരിയ സ്വീകരിച്ച കളറ് അതില്ലാതായി പോവും, കളർ അങ്ങ് പോവും. ആസിഡ് ഫാസ്റ്റ്നെസ് കാണിച്ച ബാക്ടീരിയ അങ്ങനെ ഇങ്ങനെയൊന്നും ഡീകളറൈസറിനോട് ഇടപെടുന്നില്ല. അപ്പം അതുകൊണ്ട് അവരുടെ കളറ് പോകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രൈമറി സ്റ്റെയിൻ ഏതാണെന്ന് ആലോചിച്ച് വയ്ക്കുക. കാർബോയിൽ ഫ്യൂസിനാണ്. ലിപ്പിഡ് സൊല്യൂബിൾ ആണ്. ഫീനോൾ ഉണ്ട്. ഫീനോളാണ് എന്ത് ചെയ്യുന്നത്? സെൽവാളിലോട്ട് പെനിട്രേറ്റ് ചെയ്യാൻ ആ ഒരു സ്റ്റെയിനിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് കൂടാതെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഹീറ്റിന് വേണ്ടി നമ്മൾ ഹീറ്റ് കൊടുക്കുന്നുണ്ട്. സ്റ്റീം രൂപത്തിലാണ് കൊടുക്കുന്നത്. സ്റ്റീം എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കറിയാം നമ്മുടെ ബാക്ടീരിയയുടെ സെൽവാളിൽ വാക്സി ലെയർ ആണ്. വാക്സി ലെയർ ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട്, ഒന്ന് ലൂസൺ ചെയ്യാനായിട്ട് സ്റ്റീം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രൈമറി സ്റ്റെയിൻ സുഖമായിട്ട് എന്ത് ചെയ്യും? സെല്ലിനകത്തോട്ട് കയറി പോരുന്നതാണ്. കോൺസെപ്റ്റ് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ക്ലാസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ജെനുവിൻ ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വേണ്ടതെന്ന് അറിയിച്ചാൽ അത് അത്രയും സന്തോഷമാണ്. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ നോക്കാനുണ്ട്. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിൻ നമ്മൾ കൊടുക്കുകയാണ്. ഇവിടുത്തെ ഡീകളറൈസർ നമ്മൾ പറഞ്ഞു ആസിഡ് ആൽക്കഹോൾ ആണ് എന്നുള്ളത് പറഞ്ഞു. ഡീകളറൈസർ ആഡ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയയ്ക്ക് ഈ പറയുന്ന ഡീകളറൈസേഷൻ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവർക്ക് നമ്മൾ കൗണ്ടർ സ്റ്റെയിൻ കൊടുക്കുകയാണ്. കൗണ്ടർ സ്റ്റെയിൻ കൊടുത്തു കഴിഞ്ഞാൽ നോൺ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് എല്ലാം തന്നെ കൗണ്ടർ സ്റ്റെയിൻ എടുക്കുകയും അതിനുശേഷം അവർ എഗെയിൻ കളർ ആവുകയും സ്റ്റെയിൻ ആവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കേസിൽ കൗണ്ടർ സ്റ്റെയിൻ ആരാണ്? ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിനകത്ത് വരുന്ന കൗണ്ടർ സ്റ്റെയിൻ മീത്താലിൻ ബ്ലൂ ആണ്. അപ്പോൾ ആസിഡ് ഫാസ്റ്റ്നെസ് എന്ന് പറയുന്നത് മൈക്കോ ബാക്ടീരിയം, നൊക്കാർഡിയ പോലുള്ള സ്പീഷീസ് ജനറേനകത്തൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ആസിഡ് ഫാസ്റ്റ്നെസ് എന്ന് പറയുന്നത്. നൊക്കാർഡിയ ഒക്കെ വീക്ക്ലി ആസിഡ് ഫാസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫീച്ചർ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഈ പറയുന്ന ഡീകളറൈസർ കൊണ്ട് എഫക്റ്റഡ് ആവുന്നില്ല. അപ്പോൾ ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ഈ പറയുന്ന സ്റ്റെയിനിങ് പ്രൊസീജിയർ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്, ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഡിസീസ് ആണെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്റ്റെയിനിങ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നമുക്ക് ഇവരെ കൃത്യമായിട്ട് ആസിഡ് ഫാസ്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാം, മൈക്കോ ബാക്ടീരിയ ആണോ നൊക്കാർഡിയ ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ട്യൂബർക്ലോസിസ് പോലുള്ള അസുഖങ്ങൾ, ലെപ്രോസി പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഈ പറയുന്ന ജീനസിൽ വരുന്ന ബാക്ടീരിയാസ് ആണ്. അപ്പോൾ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, ആരാണ് ഇതിൻ്റെ ഉത്തരവാദി എന്ന് കണ്ടുപിടിക്കാനായിട്ട് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻ അഡീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ കാരണം ഉണ്ടാവുന്ന ഒരു ഡിസീസ് ഉണ്ട്, ലങ്ങിനകത്ത് ഉണ്ടാവുന്ന ഡിസീസാണ്. ആൻറ്റിബയോട്ടിക് തെറാപ്പിയൊക്കെ ചെയ്യുമ്പോൾ ലങ്ങിൽ എന്തെങ്കിലും തരത്തിൽ ഈ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് പ്രൊസീജിയർ യൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഒന്നും കൂടെ നോക്കിക്കേ, കാർബോൾ ഫ്യൂഷൻ ആണ് പ്രൈമറി സ്റ്റെയിൻ. ഹീറ്റിംഗ് ചെയ്യുന്നു, നമ്മുടെ സെൽസ് ഒക്കെ ലൂസൺ അപ്പ് ചെയ്തു, നമ്മുടെ ആസിഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ബാക്ടീരിയയുടെ ഉള്ളിലോട്ട് കയറി ചെല്ലാനായിട്ട് നമ്മുടെ പ്രൈമറി സ്റ്റെയിനെ അലോ ചെയ്യുന്നു. ദെൻ ഡീകളറൈസർ ആഡ് ചെയ്യുന്നു, ആസിഡ് ആൽക്കഹോൾ വാഷ് കൊടുത്തു കഴിഞ്ഞ് ഡീകളറൈസേഷൻ ചെയ്തു. അപ്പോൾ നമ്മുടെ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയ ഒഴിച്ച് നോൺ ആസിഡ് ഫാസ്റ്റ് ബാക്ടീരിയയുടെ എല്ലാത്തിനെയും കളർ പോയി കേട്ടോ. അത് കഴിഞ്ഞ് കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട് മീത്തൈലിൻ ബ്ലൂ ആണ്, അതും ഓലോചിച്ച് വയ്ക്കുക. മീത്തൈലിൻ ബ്ലൂ ആണ് കൗണ്ടർ സ്റ്റെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് നോൺ ആസിഡ് ഫാസ്റ്റ് ഏതാണ്, ആസിഡ് ഫാസ്റ്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ടൈമും ഒന്ന് ആലോചിച്ച് വയ്ക്കുക. പ്രൈമറി സ്റ്റെയിൻ നമ്മുടെ കാർബോൾ ഫ്യൂഷൻ 30 സെക്കൻഡ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം ഹീറ്റ് കൊടുത്തു. ഹീറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഡീകളറൈസേഷൻ ചെയ്യാണ്. ഡീകളറൈസേഷൻ ചെയ്യുമ്പോൾ 15 മുതൽ 20 സെക്കൻഡത്തേക്കാണ് നമ്മൾ ഈ പറയുന്ന ആസിഡ് ആൽക്കഹോൾ വാഷ് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം കൗണ്ടർ സ്റ്റെയിൻ ചെയ്യാണ്. കൗണ്ടർ സ്റ്റെയിൻ ചെയ്യുന്നത് മീത്തൈലിൻ ബ്ലൂ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നോൺ ആസിഡ് ഫാസ്റ്റ് ചെയ്ത് ആസിഡ് ഫാസ്റ്റ് ചെയ്തെന്ന് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റെയിനിങ് റിയേജൻറ്റ് ഫോർ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. നമ്മൾ ഗ്രാം സ്റ്റെയിനിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി ഗ്രാം പോസിറ്റീവിടെ സ്റ്റെയിനിങ് റിയേജൻറ്റ് ആരെയെന്ന് ചോദിച്ചാൽ ആരെ പറയണം? ക്രിസ്റ്റൽ വയലറ്റ് ആണ് ഗ്രാം സ്റ്റെയിനിങ്ങിൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ സ്റ്റെയിനിങ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ ഗ്രാം പോസിറ്റീവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിന് തിക്കായിട്ടുള്ള ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയർ ഉണ്ട്. അതിനകത്ത് റീറ്റെയിൻ ആവുന്നത് ഈ പറയുന്ന ഡൈ ആണ്. ബ്ലൂ കളറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഗ്രാം സ്റ്റെയിനിങ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഹാൻസ് ക്രിസ്ത്യൻ ഗ്രാം എന്ന് പറയുന്ന ഡാനിഷ് ബാക്ടീരിയോളജിസ്റ്റ് ആണ് ഗ്രാം സ്റ്റെയിനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സാധാരണ ചോദിക്കാറുള്ള ചോദ്യമാണ്. ഇനി ഇയറും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. 1884 ഈ ഒരു ഗ്രാം സ്റ്റെയിനിങ് ഡെവലപ്പ് ചെയ്തത്. ഇനി ഗ്രാം സ്റ്റെയിനിങ്ങിൽ അയഡിൻ ആരായിട്ടാണ്, എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഗ്രാം സ്റ്റെയിനിങ്ങിൽ അയഡിനെ മോർഡൻ്റ് ആയിട്ട്, അതായത് ഡൈയിൻ്റെ ഫിക്സേറ്റീവ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രൈമറി സ്റ്റെയിനൊക്കെ എടുത്തു, നമ്മൾ ക്രിസ്റ്റൽ വയലറ്റിനെ എടുത്തു. അതിനുശേഷം നമുക്ക് കിട്ടുന്നത് ക്രിസ്റ്റൽ വയലറ്റ് അയഡിൻ കോംപ്ലക്സ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു പർപ്പിൾ കളറാണ് കേട്ടോ. എന്ത് കളറാണ് കിട്ടുക? പർപ്പിൾ കളറാണ് കിട്ടുന്നത്. അയഡിൻ ഇവിടെ ഒരു മോർഡൻ്റ് ആയിട്ട് അഥവാ ഒരു ട്രാപ്പിംഗ് ഏജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഉണ്ട്. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള നമ്മുടെ ക്രിസ്റ്റൽ വയലറ്റിൻ്റെ ആ ഒരു ഇതുമായിട്ട് മോളിക്യൂൾസുമായിട്ട് അവർ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇതുവഴിയായിട്ട് ക്രിസ്റ്റൽ വയലറ്റ് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിൽ എന്താവുന്നുണ്ട്? ട്രാപ്പ് ചെയ്യപ്പെടുന്നുണ്ട്. മോർഡൻ്റ് ആണ് അല്ലേ നമ്മുടെ അയഡിൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവിടെ ഫിക്സേഷൻ നടക്കുന്നത്. അപ്പോൾ അയഡിൻ എന്ന് പറയുന്നത് ഗ്രാം സ്റ്റെയിനിങ്ങിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട്, ഗ്രാം പോസിറ്റീവിനും ഗ്രാം നെഗറ്റീവിനും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇപ്പോൾ നമ്മുടെ അയഡിൻ ക്രിസ്റ്റൽ വയലറ്റിനെ കുറച്ചുകൂടെ നന്നായിട്ട് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസത്തിലോട്ട് പെനിട്രേറ്റ് ചെയ്യാനും അതുമായിട്ട് ചേരാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. Which of the staining technique helps in demonstrating spore structure in bacteria as well as of free spores? എൻഡോസ്പോർ സ്റ്റെയിൻ ആണ് അതിന് ഉത്തരം വരുന്നത്. അതായത് ഒരുപാടധികം സ്റ്റെയിനിങ് ടെക്നിക്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് സെല്ലിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ എൻഡോസ്പോർ സ്റ്റെയിനിങ് വഴിയായിട്ടാണ് നമുക്ക് സ്പോർ സ്ട്രക്ചർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്. അഡ്വേഴ്സ് ആയ എൻവയോൺമെൻറ്റൽ കണ്ടീഷനിൽ ബാക്ടീരിയ റിലീസ് ചെയ്യുന്ന ഒന്നാണ് എൻഡോസ്പോർ എന്ന് പറയുന്നത്. കെമിക്കൽ എക്സ്പോഷറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെസിക്കേഷനോ എക്സ്ട്രീം ഹീറ്റ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് എൻഡോസ്പോറിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നത്. ബാക്ടീരിയൽ എൻഡോസ്പോർ എന്ന് പറയുന്നത് മോസ്റ്റ് റെസിസ്റ്റൻ്റ് ആയ ഒരു സ്ട്രക്ചർ ആയിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഒരു സ്റ്റേജിൽ, അതായത് എൻഡോസ്പോർ ആയിരിക്കുന്ന സ്റ്റേജിൽ ഡോർമൻ്റ് ആയിട്ട്, അതായത് ഒരു ആക്ടിവിറ്റിയും ഇല്ലാതെ ഡീഹൈഡ്രേറ്റഡ് ആയ ഒരു സ്റ്റേജിൽ അവർക്ക് ആ ഒരു സ്റ്റേറ്റിൽ 100 ഇയേഴ്സ് വരെ അല്ലെങ്കിൽ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് വരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അലൈവ് ആയിട്ട് നിൽക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എൻഡോസ്പോർ സ്റ്റെയിനിങ്ങിൻ്റെ പ്രൊസീജിയറാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഓഫ് മാൽഷേഡ് ഗ്രീൻ പ്രൈമറി സ്റ്റെയിൻ ആണ്. അത് കഴിഞ്ഞ് അപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ് ആണ്, മോർഡൻ്റ് ആയിട്ടാണ് ഹീറ്റ് വരുന്നത്. അതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീറ്റിംഗ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ വാട്ടർ അപ്ലൈ ചെയ്യുന്നു ഡീകളറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സഫ്രാനിൻ ആഡ് ചെയ്യുന്നു കൗണ്ടർ സ്റ്റെയിൻ ആയിട്ട്. അപ്പോൾ ബേസിക്കലി ഇതാണ് 4 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പ്രൈമറി ഡൈ ആണ് മാൽസൈഡ് ഗ്രീൻ. ഇതൊരു വീക്ക്ലി ബൈൻഡിങ് ആയിട്ടുള്ള ഡൈ ആണ്. സെൽ വാളിനോടും സ്പോർ വാളിനോടും അത്ര നല്ല രീതിയിൽ ബൈൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വെള്ളം കൊണ്ട് വാഷ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് അത് സെൽ വാളിൽ നിന്ന് വരുന്നതായിട്ട് കാണാം. പക്ഷേ സ്പോർ വാളിൽ നിന്ന് അങ്ങനെ പെട്ടെന്ന് വരില്ല വൺസ് അത് ലോക്ക് ആയി കഴിഞ്ഞാൽ. അപ്പോൾ സ്റ്റീമിങ് വഴിയായിട്ടാണ് കേട്ടോ നമ്മളിതിനെ ഫിക്സ് ചെയ്യുന്നത്. അതായത് ലോ പെർമിയബിലിറ്റി ഉള്ള ഈ ഒരു ഡൈനെ പെർമിയേറ്റ് ചെയ്യാനായിട്ട്, അതിലേക്ക് പിടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് സ്റ്റീമിംഗ് ആണ്.
അപ്പോൾ ഹീറ്റിംഗ് ഓഫ് ബാക്ടീരിയ വിൽ മേക്ക് സ്പോർ വാൾ മോർ പെർമിയബിൾ ടു മാൽസൈഡ് ഗ്രീൻ. അപ്പോൾ അതുവഴിയായിട്ട് ഈ മാൽസൈഡ് ഗ്രീൻ പോയിട്ട് പെപ്റ്റിഡോഗ്ലൈക്കൻ ലെയറിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് നോക്കാം. റിയേജൻസ് വരുന്നത് മാൽസൈഡ് ഗ്രീൻ, സഫ്രാനിൻ, ആസിഡ്, ആൽക്കഹോൾ ഒക്കെയാണ്. പേപ്പർ ടവൽ യൂസ് ചെയ്യുന്നുണ്ട്, ബാസിലസ് കൾച്ചർ യൂസ് ചെയ്യുന്നുണ്ട്, സ്ലാൻഡോ അല്ലെങ്കിൽ പ്ലേറ്റ് അഗാറോ ആയിരിക്കും, സ്ലാൻഡ് കൾച്ചർ ചെയ്തതോ അല്ലെങ്കിൽ പ്ലേറ്റിൽ. അപ്പോൾ പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ ബാസിലസ് സ്പീഷീസിൻ്റെ സ്മിയർ എടുക്കുന്നു, അതിനെ എയർ ഡ്രൈ ചെയ്ത് ഹീറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഹീറ്റ് ഫിക്സിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ബോയിൽ ചെയ്യാനായിട്ട് അനുവദിക്കുന്നുണ്ട് വാട്ടറിനെ. അവിടെ നിന്നുള്ള സ്റ്റീം വഴിയായിട്ടാണ് നമ്മൾ ഇവിടെ ഫിക്സിങ് ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ ഒരു പേപ്പർ ടവൽ നമ്മളൊരു സ്മോൾ പീസാക്കി കട്ട് ചെയ്ത് സ്മിയറിൻ്റെ മേലെ വെക്കുന്നുണ്ട്. ആ ഒരു ടവൽ വഴിയായിട്ടാണ് ഡൈ പെട്ടെന്ന് ഇവാപ്രേറ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ടവൽ വെക്കുമ്പോൾ കൂടുതൽ നേരം ഡൈയും ബാക്ടീരിയ വാൾസുമായിട്ട് കോണ്ടാക്റ്റിലിരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ പ്രൈമറി ഡൈ ആയ മാൽസൈഡ് ഗ്രീൻ 5 മിനിറ്റോളാണ് നമ്മൾ വെക്കുന്നത്. ഹീറ്റ് ഫിക്സ് ചെയ്യുന്നു, അതിനുശേഷം ഡീകളറൈസർ വെച്ച് വാഷ് ചെയ്യുന്നു, വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ അഗെയിൻ സ്മിയർ ചെയ്യുകയാണ് കൗണ്ടർ സ്റ്റെയിൻ വെച്ച്. സഫ്രാനിനാണ് 1 മിനിറ്റ് ആണ് കേട്ടോ നമ്മൾ സഫ്രാനിൻ വെച്ച് ട്രീറ്റ് ചെയ്യുന്നത്. അതിനുശേഷവും നമ്മൾ വാഷ് ചെയ്യുന്നുണ്ട്, ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് അനുവദിക്കുന്നുണ്ട്. അതിനുവേണ്ടി ബിബിലസ് പേപ്പർ യൂസ് ചെയ്യുന്നു. ഇനി ഇവിടുത്തെ ഇൻഫറൻസ് ഫൈനൽ റിസൾട്ട് നോക്കുകയാണെങ്കിൽ സ്പോർസ് ലൈറ്റ് ഗ്രീൻ കളറിൽ കാണാൻ സാധിക്കും. വെജിറ്റേറ്റീവ് സെൽ വാൾസ് കൗണ്ടർ സ്റ്റെയിൻ ആയ സഫ്രാനിനെ ആയിരിക്കും പിക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ വെജിറ്റേറ്റീവ് സെൽസ് എന്ത് ആയിരിക്കും, കൗണ്ടർ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ആ കളറിലാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ചധികം നേരത്തെ എഫേർട്ടാണ് നിങ്ങൾ കാണുന്ന ഓരോ ക്ലാസ്സുകളും. അപ്പോൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ്, ഒപ്പീനിയൻസ് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണാം. അപ്പോൾ ടിൽ ദെൻ എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ആശംസിക്കുന്നു. താങ്ക് യു.